എടാ ഇതേണ്ടാ ഇൻവിസിബിൾ ആയി പോകുന്നടാ. ഇറങ്ങി ചെന്ന് തള്ളയുടെ ചെവിക്കല്ലിൽ 2 അടി കൊടുക്കാം. ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാവരും കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് കാണും. കാണാത്ത വേണ്ടി പോയി കാണുക, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും വണ്ണസ് വണ്ടിയും കൊണ്ട്, നമ്മുടെ വണ്ണസ് വോൾവോ സ്ലീപ്പർ വണ്ടിയും കൊണ്ട് നമ്മൾ ഗോവയ്ക്ക് പോവുകയാണ്. ഒരു ട്രിപ്പ് കിട്ടി. ഓക്കെ, അപ്പോൾ ഒരു കോളേജ് ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു കോളേജിൽ പോയി എല്ലാവരെയും പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നതായിട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെ പോയി കാണുക. അപ്പോൾ എന്തായാലും നമ്മളിത് ഇവിടെ ഫുഡ് അടിക്കാനായിട്ട് നിർത്തിയതാണ്. ഇനി നേരെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാനൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഗോവയിലോട്ടാണ്. ഇനി ഇവിടെ നിന്നൊരു കുറച്ചുകൂടെ ഉള്ളൂ, ഒരു 6-7 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ഇനിയും കുറച്ചുകൂടെ ഉള്ളൂ. 6-7 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അവിടെ എത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ വരെ നമ്മളാണ് ഓടിച്ചത്, ഇനി അങ്ങോട്ട് നമ്മളല്ല, നമ്മുടെ ഡ്രൈവർ അണ്ണനാണ് ഓടിക്കുന്നത്. ഓക്കെ, പുള്ളി അപ്പുറത്തോട്ട് ചായ കുടിക്കാനെങ്ങാണ്ട് പോയേക്കുവാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിത് ഈ സൈഡിലോട്ട് നമ്മുടെ സീറ്റ് അങ്ങ് മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡ്രൈവർ അണ്ണൻ വന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ബാക്കിലോട്ട് പോട്ടെ. ഡ്രൈവർ എണ്ണം വന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്തായാലും നമ്മുടെ സ്റ്റിയറിങ്ങിൽ നിന്ന് കൈ വിട്ടു. ഓക്കെ, അപ്പം തന്നെ മഴയും തുടങ്ങി. നമ്മൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങട്ടെ. ഇനി 6-7 മണിക്കൂറുണ്ട്. നമ്മളൊരു 1 മണിക്കൂറൊക്കെ ഒന്ന് ഉറങ്ങട്ടെ. പറ്റുമെങ്കിൽ അത്രയും ഉറങ്ങാം, ഇല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ നല്ല സീനായിരിക്കും നമ്മൾ ഗോവയിലെത്തിക്കഴിയുമ്പോൾ. ഓക്കെ, എന്തായാലും വഴിപ്പറക്കെ ഇട്ട് നമ്മൾ വഴിയിലേക്ക് ഇറക്കുവാണ്. ഓക്കെ അണ്ണാ, പറത്തി അങ്ങ് വിട്ടോ ഇനിയും. ഞാനാണ് ഇനി അടുത്ത വണ്ടി ഓടിക്കുന്നേ. ഞാനാണ് ഡ്രൈവർ. ഓക്കെ, അപ്പം എടാ, നിന്റെ കൂടെ വേറൊരുത്തനുണ്ടായിരുന്നല്ലോ ഈ കിളിയായിട്ട്, അവനെ എന്താ കൊണ്ടുവരാഞ്ഞ്? ഓ അണ്ണ, അതൊന്നും പറയണ്ട. അവനങ്ങ് ദുബായി പോയി ഏതാണ്ടൊരു കാര്യത്തിന്. അവനേതാണ്ട് ജോലി റെഡി ആയിട്ട് അങ്ങ് പോയി. അത് ഉടനെ തിരിച്ച് വരും. അവന് അത് ഒരു ട്രയലായിട്ട് പോയതാണ്, ഇപ്പം ഇങ്ങനെ വരും. ഓക്കെ, നിങ്ങളെന്താണെങ്കിൽ ബ്രേക്ക് പിടിക്കാതെ അങ്ങ് പോയല്ലേ? വേണ്ട, റിവേഴ്സ് എടുത്തുകൊണ്ട് വരുന്നു. ഇനി റിവേഴ്സ് എടുക്കേണ്ട കാര്യമില്ല, നേരെ അങ്ങ് വിട്ടോ. ഞാനോ സംസാരിച്ചതിന്റെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ഓടിച്ചു പോവായിരുന്നു. അതാ എന്നിട്ട് റിവേഴ്സ് എടുത്തപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ സിഗ്നലും ഗ്രീനായി. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ എവിടെ പോയി കിടക്കുമായിരുന്നു? ഇവിടെ ഒന്നും കാണാനില്ലായിരുന്നല്ലോ. വണ്ടി എടുത്തപ്പോൾ തൊട്ട് അങ്ങ് ബാക്കിലെങ്ങാണ്ട് പോയി കിടക്കുമായിരുന്നു, പാസഞ്ചേഴ്സിൻ്റെ കൂടെ എങ്ങാണ്ട്. നീ ഇപ്പം വന്നൊക്കെ ഗൈസ്, ഇവനാണ് നമ്മുടെ മെയിൻ ആള്. ഇവൻ, നീ വണ്ടി ഓടിക്കോടാ? തരാം. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഞാൻ ക്ഷീണിക്കുമ്പോ നിന്നെ കൊണ്ട് ഓടിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവറൊന്നും തന്നെ കയറേണ്ടി വരും. ഞാൻ കയറണമെങ്കിൽ എൻ്റെ എനർജിയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് ഞാനൊന്ന് ഉറങ്ങട്ടെ. ഓക്കെ ഗൈസ്, അപ്പം ഞാനൊന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വരാം. ഒരു 1 മണിക്കൂറൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഫുള്ള് മടിയന്മാരാണ് ഗൈസ്. നമുക്ക് വീണ്ടും വണ്ടി തന്നിട്ടുണ്ട് ഈ 2 മടിയന്മാർ. ഓക്കെ, ഒരുത്തൻ പറഞ്ഞത് ഇത് കഴിഞ്ഞ് ഞാൻ ഓടിക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ ആൾ കളിച്ചിട്ട് വേണ്ട, അവനും കിടന്നുറങ്ങുന്നു. വീണ്ടും സ്റ്റിയറിങ് നമ്മുടെ കൈകളിലേക്ക് തന്നെ എത്തി. ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുവാണ്. നല്ല മഴയൊക്കെ ഉണ്ട് ഗൈസ്. ഇടവിട്ട് ഇങ്ങനെ നിർത്തി മഴയും കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ടിരിക്കുവാണ്. റോഡിലെങ്ങും അധികം വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ കത്തി കയറി അങ്ങ് പോവാം. ഒന്നാമത് നൈറ്റ് ആയതുകൊണ്ട് അധികം വണ്ടിയൊന്നും ഇല്ല. ഇത് നമ്മൾ എപ്പോഴും പോകുന്ന റൂട്ടല്ല, ഇത് വേറെ ഒരു റൂട്ടിലാണ് പോകുന്നത്. ഓക്കെ, ഇപ്പം എന്തായാലും നമ്മൾ ഈ വേറെ ഒരു റൂട്ടിലാണ് പോകുന്നത്. ഇവന്മാരെ ഇളക്കി ഉണർത്തി ഇനി ഫുള്ള് അലമ്പാകും. അതാണ്, ഇവന്മാരെന്നാൽ ഉറങ്ങട്ടെ. അല്ല പിന്നെ ഇനി സഡൻ ബ്രേക്ക് ഇടുമ്പോൾ ഇവന്മാർ തെറിച്ച് ഫ്രണ്ടിൽ വന്ന് വീഴും. അപ്പോഴേ ഇവന്മാർ ഉണരത്തുള്ളൂ. 2 എണ്ണം ഇവിടെ കിടന്ന് ഉറങ്ങുവാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മളാണ് ഇപ്പം എന്താണ് ലെജൻഡ് ഡ്രൈവർ. ഓക്കെ, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ ഉറങ്ങും ഗൈസ്. ഒരു 1-2 മണിക്കൂർ, 2 മണിക്കൂറല്ല 1.5 മണിക്കൂർ. ഞാൻ വിചാരിച്ചു അത്രയും പോലും ഉറങ്ങാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കുറച്ച് നേരം ഒന്ന് കിടന്നപ്പോഴേ നല്ല ഉറക്കം, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ കുറച്ചൊന്ന് ഉറങ്ങി. അപ്പോഴത്തേക്ക് നമുക്കൊരു വണ്ടി ഓടിക്കാനുള്ള ഒരു ഇതൊക്കെ കിട്ടി. നമ്മൾ ജസ്റ്റ് ഇറങ്ങി മുഖവും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് വീണ്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ടാണ് പോകേണ്ടത്. നിൽക്കട തരാം, ഈ ഒരു ടേണൂടെ കഴിഞ്ഞിട്ട്. ഓക്കെ, ഇതെന്തോ? ഹലോ ചേച്ചി, മാറ്. ഹലോ, ബസ് വരുന്ന, മാറി ചേച്ചി. ഇവരെന്താടാ ഇങ്ങനെ നിൽക്കുന്നത്? എടാ ഇതേണ്ടാ ഇൻവിസിബിൾ ആയി പോകുന്നടാ. ഇതേണ്ടാ
എടാ എനിക്ക് തോന്നുന്നു ഇവരിനി പ്രേതമല്ലോ ആണെന്നാ തോന്നുന്നത്. പ്രേതമായിരിക്കാനാ ചാൻസ്. അയ്യോ എന്തുവാടാ പ്രേതം? അല്ല ഇത് പ്രേതമാണെന്ന് തോന്നുന്നു. നമ്മൾ അടുത്തോട്ട് ചെന്നപ്പോൾ ഇൻവിസിബിൾ ആവുന്നടാ. ഫോണാവുന്നു പ്രേതമൊന്നുമല്ല. അങ്ങോട്ട് ഇറങ്ങി ചെന്ന് തള്ളയുടെ ചെവിക്കല്ലിൽ 2 അടി കൊടുക്കാമെങ്കിൽ മാറും. പേടിക്കാടാ ഗൈസ്. ഇതേ കണ്ട പ്രേതം ഗൈസ്. പ്രേതമാണെന്നാണ് തോന്നുന്നത്. ഞാൻ അടുത്തോട്ട് പോകുന്നില്ല അധികം. നല്ല സീനാണ്. ഓക്കെ നമ്മൾ ഇത്ര പാസ് അടിച്ചിട്ട് മാറുന്നില്ല. എടാ ശരിക്കും പ്രേതമാണോടാ ഇത്? എടാ ഗ്ലാസ് ഒക്കെ കയറ്റിയിട്ടാ. എങ്ങനൊക്കെയോ രക്ഷപ്പെട്ട് വന്നതാ. എന്തോളം സാധനം എന്ത് വരുന്നു? വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം? ഓടാ അത് കുഴപ്പമില്ല, വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും കയ്യും കാലൊക്കെ വിറയ്ക്കുന്നുണ്ട്. ഞാൻ കത്തിച്ച് വിടുക ഇപ്പം. വേണ്ട നല്ല സ്പീഡിലാണ് വിടുന്നത്. കാരണം അത് ബാക്കിലുണ്ടോ എന്ന് നോക്കിയാടാ. ഇല്ലില്ല ബാക്കിലൊന്നും വരുന്നില്ല. നീ പേടിക്കണ്ട. ഇനി ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാന്ന് അറിയാൻ വയ്യാത്ത. പുറകിൽ വരുന്നില്ല. നീ സ്പീഡ് കുറയ്ക്ക് വണ്ടിയുടെ സ്പീഡ് കുറയ്ക്ക്. ബാക്കിലൊന്നും വരത്തില്ല. നീ പേടിക്കണ്ട. ആടാ ഓക്കെ ഞാൻ പെതുക്കെ പോകാൻ നോക്കാം. ഇവിടെ ഇതും കൂടെ കഴിഞ്ഞ് ഞാൻ സ്പീഡ് കുറച്ചേക്കാം. കാരണം ജസ്റ്റ് മിസ് ഇപ്പം വണ്ടി ഇടിച്ചേനെ. ഓക്കെ ഇനി ഞാൻ പെതുക്കെ പൊയ്ക്കോളാം. ഗൈസ് കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ ഗൈസ് ആ ഒരു രൂപത്തെ? എന്തോ ഒരു പ്രേതമോ അങ്ങനെ എന്തോ സംഭവമാണ്. എനിക്ക് വലിയ പേടിയൊന്നും തോന്നില്ല. നമുക്ക് ഒന്നുകൂടെ തിരിച്ചു പോയാലോ? നീ വരണ്ട, ഞാനും ബ്രോയും കൂടെ പൊയ്ക്കോളാം. ഒരു ദിവസം നമുക്ക് ഇവിടെ വരണം ബ്രോ കേട്ടോ. നമുക്കൊരു ദിവസം ഇവിടെ വരണം. ഇവരെ കൊണ്ടുവരണം. ഇവ വരുവാണെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി. അല്ലെ പേടിയുള്ളവന്മാരെ ഒന്നും നമുക്ക് വേണ്ട. നമ്മൾ ഒറ്റയ്ക്ക് ഒരു ദിവസം വന്ന് എന്തുവാണെന്ന് നോക്കിയിട്ട് പോയാൽ മതി കേട്ടോ ബ്രോ. ഒരു ദിവസം നമുക്ക് ഇവിടെ വരണം കേട്ടോ. ആ ബ്രോ അതൊക്കെ നമുക്ക് നോക്കണം. ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഗോവ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ് അങ്ങനെ ഗോവയും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ദേ നമ്മളിപ്പം കുറേ ദൂരം ഡ്രൈവ് ചെയ്തൊരു 7 മണി 8 മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ നമ്മൾ മുമ്പേ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു എത്ര 2 മണിയോ 3 മണിയോ 5 മണിയോ കണ്ടായിട്ടേ ഉള്ളായിരുന്നു. 5 മണിയൊന്നും ആയില്ലെന്നാണ് തോന്നുന്നത്. ആ ഒരു പ്രേതത്തെയും കാര്യങ്ങളൊക്കെ കണ്ട് സെറ്റായി. ഇപ്പോഴാണ് നമ്മളൊന്ന് എന്താണ് അത്ര നേരം നമ്മളൊരു ഫ്രീസായ പോലെ ഇരിക്കുമായിരുന്നു. എന്തായാലും ഇപ്പോഴാണ് തിരിച്ച് വന്നേ. കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തിയിട്ട് റെസ്റ്റൊക്കെ എടുത്തു. നമ്മുടെ പാസഞ്ചേഴ്സ് എല്ലാം ചോദിച്ചു അത് എന്തുവാണെന്ന്. ഇപ്പോൾ നമുക്ക് അറിയത്തില്ല. ഒരു ദിവസം നമ്മൾ ഈ ബ്രോ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ദിവസം വണ്ടിയും കൊണ്ട് വരും ഗൈസ്. നമുക്ക് എന്താണ് അവിടുത്തെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കാറൊക്കെ എടുത്തുകൊണ്ട് വരും. ഇപ്പം നമ്മുടെ കുറേ വണ്ടികളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒരു എന്താണ് സെക്കൻഡ് ഹാൻഡ് വർക്ക്ഷോപ്പ് സെക്കൻഡ് ഹാൻഡ് നമ്മുടെ കാർ ഷോറൂമിലേക്ക് കുറച്ച് വണ്ടി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിലേതെങ്കിലും നല്ലൊരു വണ്ടി നോക്കി എടുത്ത് പണിഞ്ഞുകൊണ്ട് നമ്മൾ ചിലപ്പം വരുന്നതായിരിക്കും. അല്ലെ നമ്മുടെ ഇന്നോവ തന്നെ എടുത്തുകൊണ്ട് വരാം. ഓക്കെ അപ്പോൾ ഗൈസ് എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഇതുപോലുള്ള അടിപൊളി വീഡിയോസിനായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത എല്ലാ അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ട് തന്നെയാണ്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ടാക്കുക. ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ ഗോവയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഗോവയൊക്കെ ആയി. മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഫുള്ള് മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. അതല്ല ഞാൻ പറഞ്ഞു അവിടെ ഇനിയും അവിടെ എത്തുന്ന കാര്യമാണ് പറഞ്ഞത്. ആ ഒരു എന്താണ് ഇന്നത്തെ സ്റ്റേ ഇല്ലേ അവിടെ. അപ്പോൾ അവിടോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ ക്ലോസ് ചെയ്യും. കാരണം ഭയങ്കര ലെങ്ത് ആവും ഗൈസ്. ഭയങ്കര ലെങ്ത് എന്ന് വെച്ചാൽ ഇപ്പം തന്നെ അത്യാവശ്യം ഒരു 8-9 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഓക്കെ അപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഒക്കെ എടുക്കും ഗൈസ്. ഓക്കെ അതൊക്കെ അത്രയേ ഉള്ളൂ. ഓക്കെ നമ്മൾ ഇതുവഴി ഓവർടേക്കൊക്കെ ചെയ്ത് പോവുകയാണ്. ഓക്കെ ചെറിയ റൂട്ടൊക്കെയാണ്. ഇങ്ങനെയാണ്. ഓക്കെ ഗൈസ് അപ്പം പിന്നെ നമ്മുടെ കിളിയണ്ണനും ഡ്രൈവർ അണ്ണനും എല്ലാവരും ഉറങ്ങാനൊക്കെ പോയിട്ടുണ്ട്. എല്ലാവരും കുറേ നേരമായിട്ട് ഉറങ്ങുവാണ്. നമ്മുടെ പാസഞ്ചേഴ്സും ഉറക്കമാണെന്നാണ് തോന്നുന്നത്. ഓക്കെ ഇത് ഇവിടെയും മഴയാണ് ഗൈസ്. എല്ലായിടത്തും മഴയാണ്. ഓക്കെ നമ്മുടെ നാട്ടിലും ഇവിടെ ഗോവയിലും എല്ലായിടത്തും മഴയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ ഇവിടെ മഞ്ഞുണ്ട്. ഇതൊക്കെ സൈഡിൽ ഫുള്ള് വലിയ
നമ്മുടെ കോടമഞ്ഞ് പോലത്തെ സംഭവമൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടുന്ന് ഇനി കുറേ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ കിലോമീറ്റർ കണക്കുണ്ടെന്നാണ് തോന്നുന്നത്. ഇങ്ങോട്ട് മലയൊക്കെ ഇളകി കിടക്കുന്നു. ഇനി മഞ്ഞുമലയെല്ലാം കൂടി ഇടിഞ്ഞ് നമ്മുടെ തലയിലോട്ട് വീഴുമെന്നാണ് അറിയാത്തത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഡിസ്ക്രിപ്ഷനിലുള്ള അക്കൗണ്ടൊക്കെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. ഓക്കെ, അപ്പം ബൈ ബൈ.